ഇന്നലെ സത്യപ്രതിജ്ഞ കഴിഞ്ഞതോടുകൂടി ആരൊക്കെ മന്ത്രിമാരാകും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. ഏതായാലും അതിന് തൊട്ടു പിന്നാലെ ഈ സത്യപ്രതിജ്ഞ ചെയ്തവർക്ക് ഏതൊക്കെ വകുപ്പ് കിട്ടും, പ്രത്യേകിച്ച് ആഭ്യന്തരമാർക്കാണ് ധനകാര്യമാർക്കാണ് എന്നുള്ള ചർച്ചകൾ രാജ്യത്തെമ്പാടും നടക്കുമ്പോൾ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ സൂചന ആഭ്യന്തരമന്ത്രിയെക്കുറിച്ച് തന്നെയാണ്. 3 പേരുകളായിരുന്നു ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് കേട്ടിരുന്നത്: രാജ്നാഥ് സിംഗ്, അമിത്ഷാ, നിർമ്മല സീതാരാമൻ. ഇതിന് പറഞ്ഞു കേട്ടിരുന്നത് രാജ്നാഥ് സിംഗ് ഒരു തവണ, അതായത് ആദ്യ മോദി മന്ത്രിസഭയിൽ ഈ ആഭ്യന്തര വകുപ്പ് കൈയാളിയിരുന്ന ആളാണ്. നിർമ്മല സീതാരാമൻ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യുകയും ഒപ്പം ധനകാര്യ വകുപ്പ് പോലുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്ത നേതാവാണ്. അമിത്ഷാ കഴിഞ്ഞ തവണ ആഭ്യന്തര മന്ത്രിയായിരുന്നു. ഏതായാലും ഒടുവിലത്തെ സൂചന അനുസരിച്ചാണെങ്കിൽ അമിത്ഷാ തന്നെ ആ സ്ഥാനം തുടരും എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. അത് കുറച്ചുകൂടി കർശനമായ രീതിയിൽ നടപ്പാക്കുന്നതിനും മറ്റു ചില നിയമങ്ങൾ നടപ്പാക്കുന്നതിനും ഒരു ഫോളോ അപ്പ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായി തന്നെ തുടരും എന്നാണ് ഏറ്റവും ഒടുവിൽ ദില്ലിയിൽ നിന്ന് ലഭിക്കുന്ന ചില സോഴ്സുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.